എന്നെ പോലെ ഒരു തള്ളയൊന്നല്ലോ. ആ തള്ള എത്രമാത്രം ഹൃദയത്തിൽ വേദന കൊള്ളുന്നു. ഞാൻ പറഞ്ഞ ഇവിടുത്തെ പാസ്റ്റർമാര് നമുക്ക് ഏതാണ്ട് അനുകൂലമാണോ? നമുക്ക് അനുകൂലമാണ്. ഞാനും ഈ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെയോ എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയേ ഇല്ല. എനിക്ക് പാസ്റ്റർമാരെന്നെ ഉപദ്രവിക്കത്തില്ല, നല്ല ഉറപ്പാ. തിരുവനന്തപുരം പഞ്ചായത്തിലെ വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ അന്തേവാസിയായ ഒരു കുട്ടിയെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് തലകീരായി കെട്ടിത്തൂക്കി എന്നറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ വിഷയമാണ്. ഇവിടെ ഇതിനു മുമ്പ് ബാലവേല അടക്കം പല വിഷയങ്ങളും നടന്നിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ വരുത്തുന്ന ഈ സ്ഥാപനത്തിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് AIYF-ഉം AISF-ഉം ആവശ്യപ്പെടുന്നത്. വിഷയം എന്ന് പറഞ്ഞാൽ 30-ാം തീയതി വൈകിട്ട് നടന്ന സംഭവമാണിത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷനാകുമ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടെ നിന്ന് പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്ററും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ടൊരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് താമസിക്കുക. അപ്പം ഇവൻ്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴും അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വിവരം ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലാക്കി. ഇല്ല, അതിനപ്പുറം ഒന്നും ഇതിനകത്ത് കാര്യങ്ങൾ നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇവൻ വിരട്ടി അവിടെ നിൽക്കുന്നുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പിള്ളേർ പേടിക്കത്തക്ക നല്ലത്. പിള്ളേർക്കൊരു ഭയം ഉണ്ടായി. അതാണ് അപ്പനോട് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ നിലയിലായി. പിന്നെ കേസ് കൊടുത്ത് ഈ നിലയിലായി എന്നുള്ളതാണ് കാര്യം. എന്താണ് സ്ഥാപനം? നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലിവിംഗ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് 2005. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഹോം, അവിടെ നമ്മൾ CWCയുടെ പെർമിഷനോടുകൂടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനും കാര്യങ്ങളും ഒക്കെ ആളുണ്ട്. എല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടായി. നമ്മളിങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലൈജു. ഞാൻ എൻ്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് പ്രിൻസ്. എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ എന്നെ പോലെ ഒരു തള്ളയൊന്നല്ലോ. ആ തള്ള എത്രമാത്രം ഹൃദയത്തിൽ വേദന കൊള്ളുന്നു. കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് പിന്നെ അത് ഞാൻ ആ കൂട്ടത്തിൽ നിൽക്കും. എന്ത് കാര്യത്തിൽ അതിനെതിരായിട്ട് നിൽക്കും. ഗവൺമെന്റ് കൊടുക്കുന്ന ശിക്ഷ എന്തോന്ന് വെച്ചാൽ കൊടുക്കുക. ഇവിടെ ഈ കുട്ടികളെ കുഞ്ഞിന് ബാലവേല ചെയ്യിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. ഉണ്ടല്ലേ? അമ്മ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ മണ്ണ് വാരി ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടില്ല. ഒരു ചാടുള്ള വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയെ മണ്ണ് കയറ്റുക, ഇവിടൊക്കെ കൊണ്ട് നിരത്തുക, വിറക് കീറുക. അവിടെ പ്രായമുള്ളത് 12, 13, 14 അത്രയും വയസ്സുള്ള മണ്ണ് വാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇവിടുത്തെ പാസ്റ്റർമാര് നമുക്ക് ഏതാണ്ട് അനുകൂലമാണോ? നമുക്ക് അനുകൂലമാണ്. ഞാനും ഈ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പാസ്റ്റർമാര് അമ്മ ഉപദ്രവിക്കുന്ന പേടിയല്ലോ ഉണ്ടോ? എന്നെയോ എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയേ ഇല്ല. എനിക്ക് പാസ്റ്റർമാരെന്നെ ഉപദ്രവിക്കത്തില്ല, നല്ല ഉറപ്പാ. കണ്ട കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു നാളെ അമ്മയുടെ നേരെ ഒരു വരത്തില്ല, ആരും വരത്തില്ല.